നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഹെവൻ ഓഫ് ഫുഡീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ബേക്കറികളിലൊക്കെ കിട്ടുന്ന ഒരു മസാല കുക്കീസ് റെഡിയാക്കുന്നത് കണ്ടാലോ? ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മസാല കുക്കീസ് റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 8 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 8 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 ചെറിയ കഷ്ണം പട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 3 ഏലക്ക, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമില്ലേ, അത് 1 ടീസ്പൂണും കൂടി ഇട്ട്, ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കി കൊണ്ടുവരാം കേട്ടോ ഈ തേങ്ങ. എന്നിട്ട് ഇതൊരു അരികിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ഒരു 1.5 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1 ടീസ്പൂൺ എള്ള്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരികിലോട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ചിടുകയാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഇതാണ് കേട്ടോ മധുരത്തിൻ്റെ അളവ്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തു. ഇതിനകത്തോട്ട് 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒതുക്കി കൊണ്ടുവന്ന തേങ്ങയുണ്ടല്ലോ, ആ മസാലയുടെ കൂട്ട് അത് ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കാഷ്നട്ടും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക, ഒരു 1/2 കപ്പ് കേട്ടോ. അത് നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് മാറ്റി വെച്ച പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പരുവത്തിന് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ കുഴച്ച് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം വലുപ്പത്തിന് ഉരുളകളാക്കി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓവനിൽ വെച്ചാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിൽ വെച്ചോ പിന്നെ ഫ്രൈ പാനിൽ വെച്ചോ ഒക്കെ ബേക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണേ. ഞാൻ ഇവിടെ അധികം വലിപ്പമില്ലാത്ത ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് എന്നിട്ട് ഉരുളകളാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കാഷ്നട്ട് വെച്ച് കൊടുത്തു. ഇനി ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കണം നമുക്ക്. ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് ഓവനിൽ ഞാൻ 45 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കാൻ സമയം. നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ മറക്കരുതേ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.